അപ്പം നീണ്ട ഒരു വർഷത്തിന് ശേഷം വീണ്ടും എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനഃപൂർവ്വം അല്ല ലോങ് വീഡിയോ ഇടാത്തത്. സത്യമായിട്ട് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നാമത്തെ കാര്യം. കാരണം ഞാൻ ഷോർട്സ് എടുക്കുമ്പോൾ പോലും അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടാണ് പിന്നെ അടുത്ത ഷോർട്സ് എടുക്കണം. കാരണം നമ്മൾ ഫോണിൽ എടുക്കുന്ന വീഡിയോക്കാളും MB ഒക്കെ കൂടുതലാണ് ക്യാമറ ഉള്ളത്. അപ്പം ഒട്ടും സ്പേസ് ഇല്ല. എല്ലാ ഷോർട്സ് വീഡിയോയിലും കമന്റ് വരാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ഐബ്രോയുടെ വീഡിയോ കാണിച്ചു തരുമോ, സ്കിൻ കെയർ കാണിച്ചു തരുമോ, കമ്മൽ കളക്ഷൻസ് കാണിച്ചു, ചേച്ചി എങ്ങനെയാണ് ഈ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യണം, പാക്ക് വീഡിയോ കാണിച്ചു തരുമോ, ഡേ ഇൻ മൈ ലൈഫ്. സത്യമായിട്ടും എല്ലാം കാണിച്ചു തരണമെന്നുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും ഹൈഡ് ആക്കാതെ എല്ലാം നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട്, എൻ്റെ സംസാരം പോലും ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ ഹൈഡ് ചെയ്യണൊരു മൈൻഡ് എനിക്കില്ല. അപ്പം മനഃപൂർവ്വം അല്ല കേട്ടോ. അപ്പം ആദ്യമേ എല്ലായിടത്തും ഒരു സോറി പറയാം. ഈ ഒരു വർഷം എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ എടുത്തതിന് എല്ലായിടത്തും സോറി പറയട്ടെ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണേ. അപ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നിങ്ങളടുത്ത് എന്താ ആദ്യം സംസാരിക്കട്ടെ. കാരണം ഒരു വർഷത്തിന് മുന്നേ അങ്ങനെ 100K ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, കുറവായിരുന്നു. അപ്പൊ അതൊന്നും കുറേ സബ്സ്ക്രൈബറൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ അവരെന്നെ എങ്ങനെ എടുക്കും, ഞാൻ സംസാരിക്കണ എങ്ങനെ എടുക്കും. പക്ഷെ എൻ്റെ സംസാര രീതി ഇഷ്ടമാണെന്നുകൊണ്ട് കുറേ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ വീട്ടിലുള്ളവരെ പോലെ ചേച്ചി സംസാരിക്കാറുണ്ട്, അങ്ങനെ ജാടയില്ല എന്നൊക്കെ പറഞ്ഞത്. സത്യത്തിൽ ഞാൻ ഇങ്ങനെയാണ്. ഇപ്പൊ ജാട കാണിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. ഞാൻ എങ്ങനെയാണോ എൻ്റെ വീട്ടിലെ എൻ്റെ മക്കളടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സംസാരിക്കണം, അതേപോലെ തന്നെയാണ് നിങ്ങളുടെ സംസാരം. കാരണം അതുപോലെ തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബർ. എനിക്ക് അത്രയും ഇഷ്ടമാണ്. കാരണം നിങ്ങളുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഞാൻ മേടിച്ച പുതിയ മൈക്ക്. ഈ മൈക്ക് പോലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മേടിച്ചതാ. ഇതാണ് എപ്പോൾ വാങ്ങിയത് കേട്ടാ. പണ്ടത്തെ മൈക്ക് വെക്കുമ്പോഴത്തേക്കും ബാക്കിൽ സില്ലൂറിന്റെ ബില്ല് ഉള്ളതുകൊണ്ട് അതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ മൈക്ക് മേടിച്ചതിന് ശേഷം സൗണ്ട് ഒന്നുമില്ല. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്, ഇന്നലെ ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടാ. അപ്പം ഇതൊക്കെ മേടിക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പൊ വീണ്ടും ഞാൻ എല്ലായിടത്തും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയണം. എന്നെ എൻ്റെ മക്കളെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണേന്. ഇനിയും ഈ സപ്പോർട്ട് ഞങ്ങളെ കൂടെ വേണം. പിന്നെ ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഗീവ് അവേ. കുറെ കമന്റ് ഞാൻ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും കാണിക്കില്ല. എൻ്റെ കുറച്ച് വിശേഷം നിങ്ങളുടെ അടുത്ത് പറയാം. എന്നിട്ട് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ഗിവ് അവേ, മെയിൻ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ് തരുമോ, സൺസ്ക്രീൻ തരുമോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലും ഡ്രസ്സ് എല്ലാ സെറ്റും ഉണ്ടായാലും ചുരിദാറായാലും ബ്ലൗസ് ആയാലും ഞാൻ തരാൻ ഉദ്ദേശിക്കണം. അപ്പൊ കുറെ കമന്റ് ഇങ്ങനെ കണ്ട്, ചേച്ചി സ്കിൻ കെയർ ആണ് വേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്. എന്നെ കൊണ്ട് എല്ലാം ഒന്നും പറ്റൂല, എന്നെ കൊണ്ട് പറ്റണ ഞാൻ ഈ ചെയ്യണ കൊളാബ്സും പ്രൊമോഷൻസും കിട്ടുന്ന എൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ സാധനം എടുക്കുന്നത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളല്ല. ഇത് തന്നെയാണ് എൻ്റെ ജോലി. അപ്പം നമുക്ക് ഇപ്പൊ ഇനി വരുന്ന ആഴ്ചയിൽ ടോപ്പ് കമന്റർ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ടോപ്പ് കമന്ററിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോയിൽ കമന്റ് ഇടുന്ന ആൾക്കും. ഇപ്പൊ നിങ്ങൾക്ക് ടോപ്പ് കമന്റർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ഷോർട്സിലും കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ചെയ്യാം. എന്നെ നെഗറ്റീവ് ഒന്നും പറയല്ലേ, പോസിറ്റീവായിട്ട് പറയണേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് നിങ്ങൾ ഇട്ടോ, അതിൽ നിന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. ടോപ്പ് കമന്റർ ആവണമെങ്കിൽ ഞാൻ ഇടുന്ന ഡെയിലി വീഡിയോയിൽ നിങ്ങൾ ഡെയിലി കമന്റ് ഇടുമ്പോഴത്തേക്കും നമുക്ക് YT സ്റ്റുഡിയോയിൽ ടോപ്പ് കമന്ററിൽ വന്ന് കിടക്കും. സ്പോട്ട് ലൈറ്റ് കിട്ടിയ ആള് അതിന്ന് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം ആരായിരിക്കും എന്ന്. ഇത്ര 2000 കമന്റ് ഇട്ടവരുണ്ട്, 500 കമന്റ് ഇട്ടവരുണ്ട്, 100 കമന്റ് ഇട്ടവരുണ്ട്, ചാനൽ തുടങ്ങി അന്ന് തൊട്ട് കമന്റ് ഇടുന്നവരുണ്ട്. പിന്നെ ആഴ്ചയിൽ ഈ ആഴ്ച എത്ര കമന്റ് ഇട്ട്, നിങ്ങൾ എത്ര കമന്റ് ഇടും, നിങ്ങൾ എത്ര കമന്റ് ഇട്ടാലും അത് ടോപ്പ് കമന്ററായിട്ട് ആ ആഴ്ചയിലെ കമന്ററായിട്ട് വന്ന് കിടക്കും. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഗിവ് അവേ അതാണ്. അന്ന് എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയാം, എൻ്റെ സാരി 3 അമ്മ അടിച്ചോണ്ട് പോയി. അപ്പൊ ഇനി വീണ്ടും സാരി എടുക്കണം. കാരണം ഇൻസ്റ്റയിലത്തേക്കൂടെയാണ് ഞാൻ സാരി എടുക്കണത്. അപ്പൊ സാരി എടുത്തിട്ട് നാളെ എന്തായാലും ഞാൻ സാരി എടുക്കാൻ പോണുണ്ട്. ഈ വീഡിയോ ഞാൻ എടുക്കണത്, ഈ വീഡിയോ ഞായറാഴ്ചയാണ് ഈ വീഡിയോ എടുക്കണം കേട്ടാ. ഇതിന് ഞാൻ എന്താണ് എഡിറ്റ് ചെയ്ത് ഇടണേന്ന് എനിക്ക് അറിയാൻ വയ്യ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എഡിറ്റ് ചെയ്യണത്. അപ്പൊ കുറച്ച് ലേറ്റാണ്, നിങ്ങൾ എന്തായാലും എൻ്റെ ക്ഷമിക്കണേ. അപ്പം സാരി എടുത്തിട്ട് പിന്നെ കുറച്ച് സ്കിൻ കെയർ സാധനങ്ങളൊക്കെ തരണം കേട്ടോ അതിനകത്ത്. പിന്നെ ഗിവ് അവേ മനഃപൂർവ്വം ഞാൻ ലേറ്റ് ആക്കണല്ല. എനിക്ക് വീട്ടിലെ ജോലിയും എല്ലാം കൂടെ ആകുമ്പോൾ പ്രാന്ത് എടുക്കും സത്യം പറഞ്ഞ. അതുകൊണ്ടാണ് താമസിക്കുന്നത് കേട്ടാ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ
ഐബ്രോ എടുക്കുന്നത് ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഐബ്രോ ഒന്നും എടുത്തില്ല. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കമ്മലൊക്കെ ഇട്ട് ഈ ചുരിദാറൊക്കെ ഇട്ട് പിന്നെ ഈ സ്റ്റാൻഡൊക്കെ ഇങ്ങോട്ട് ഇവിടെയാണ് ഈ സ്റ്റാൻഡ് ഇരിക്കുന്നത് കേട്ടാ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ച് സെറ്റിയിൽ ആ സെറ്റ് വിരിയൊക്കെ വിരിച്ച് നല്ല വെൽ സെറ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ വേറെ ഒരു സാധനം ഞാൻ എടുത്തിട്ടില്ല. ത്രെഡിങ് നൂലോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാം ഞാൻ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാവേ. നോട്ടിഫിക്കേഷൻ വരില്ല എന്നുകൊണ്ട് കുറേ കമന്റ് ഞാൻ കണ്ടായിരുന്നു. ചേച്ചി ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല. ഞാൻ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടും കേട്ടാ. ഇപ്പം എന്നുവെച്ചാൽ നമ്മൾ ഒരു നേരം ആഹാരം കഴിക്കാതെ മുടങ്ങില്ല. അതുപോലെയാണ് എനിക്ക് ഒരു നേരം വീഡിയോ ഇട്ടില്ല. എനിക്കൊരു വല്ലാത്തൊരു ടെൻഷനാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും. അഥവാ ഞാൻ വീഡിയോ ഇടൂല എന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ഇടും. എടാ ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഇടൂല. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ്ട. ഞാൻ ഇടൂല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും കേട്ടോ മുന്നേ കൂട്ടി. അതല്ല നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ എനിക്ക് ഒട്ടും വയ്യ, അല്ലെ കിടപ്പാണ്, എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ലെങ്കിൽ മാത്രമേ ഞാൻ ഇടാതുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും കേട്ടോ. നോട്ടിഫിക്കേഷൻ വന്നില്ലേ എന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി. പിന്നെന്തോന്ന് പറയാം, പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എല്ലാവരും എന്നെ കാണുമ്പം ചേച്ചി യൂട്യൂബിലുള്ളതല്ലേ, യൂട്യൂബർ അല്ലേ, ഞങ്ങൾ ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട്, ഡാൻസ് കാണാറുണ്ട്, ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ വന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറയാൻ ഞാൻ ഇതുവരെ എത്തിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പോലും ചാനൽ തുടങ്ങണം, എന്നെ ആരെങ്കിലും ഒരു 10 പേരൊന്ന് അറിയണം, എനിക്ക് അത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ അവിടെ ഇരിക്കുന്ന എൻ്റെ പ്ലേ ബട്ടൺ എവിടെ വെച്ചേക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ആ പ്ലേ ബട്ടൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്നെ കുറേ പേരെന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങി നടക്കുന്നതിലും മേക്കപ്പ് ചെയ്ത് നടക്കണേലും ഒരു പണിയില്ലേ നിനക്ക് പോയി എൻ്റെ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഞാൻ ഒന്നും ഒളിക്കുന്നില്ല, പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ പെണ്ണെ, വല്ല ജോലി അങ്ങനെ ചെയ്, ആ പിള്ളേരെയൊക്കെ നോക്കണ്ടേ, പിള്ളേർ പഠിക്കണില്ലേ, പിള്ളേർ വളർന്നു പറഞ്ഞില്ലേ, അവർക്ക് ചെലവില്ലേ, വീട്ടു ചെലവില്ലേ. ഈ പറഞ്ഞ ആൾക്കാരെ മുന്നേ ഞാൻ കരഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പല ദിവസവും കരഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പിള്ളേർ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ മോനും മോളും ഒക്കെ ഒരു 2ലും 3ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു ഒരു ബ്യൂട്ടി പാർലറിൽ. ഞാൻ മോനെ ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ടാണ് മോളെയും കൊണ്ടുപോണത്. അപ്പൊ ഇവളാണെങ്കിൽ ഇത്തിരി കുരുത്തക്കേടുള്ള ടൈപ്പായിരുന്നു. അവിടെ എൻ്റെ ഫ്രണ്ട് സിന്ധു എന്ന് പറഞ്ഞ അവളുണ്ടായിരുന്നു, അവിടുത്തെ സ്റ്റാഫാണ്. അപ്പൊ ഞാൻ വർക്ക് എടുക്കാൻ പോണ സമയത്ത് ഞാൻ ഇവളെ സിന്ധുവിൻ്റെ അടുത്ത് ആക്കിയിട്ടായിരിക്കും പോണ. എന്നിട്ട് വേഗം ത്രെഡിങ്ങോ ഹെയർ കട്ടോ ഫേഷ്യലോ ഉണ്ടെങ്കിൽ എനിക്ക് ടെൻഷനാണ്, ഇവളിവിടെ എന്തെങ്കിലും ചെയ്യോ, കുരുത്തക്കേട് ഒപ്പിക്കോ. കാരണം ഇവക്കുള്ള കുറുക്കും എല്ലാം കൊണ്ടാണ് ഞാൻ അവിടെ പോണത് ജോലിക്ക്. മോനെയും വിട്ടിട്ട് അവനുള്ള ആഹാരം കൊണ്ടുപോകും. രാവിലെ 9 മണിക്ക് കയറി 5:30 വരെ പാർലറിൽ കാണും. പിന്നെ അവസാനം എനിക്ക് പാർലറിൽ പരാതിയായി. കാരണം ഞാൻ ത്രെഡ് ചെയ്യാനും ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് എടുക്കുമ്പോൾ ഇവള് കളിച്ച് നടക്കുന്ന പ്രായമല്ലേ. അപ്പൊ ഇവൾ അവിടുത്തെ കത്രിയൊക്കെ എടുത്ത് അവരെ സീറ്റിലെല്ലാം പൊത്തലിട്ട്. അപ്പം ആദ്യ ചേച്ചി എന്റെ അവസ്ഥ കൊണ്ടൊന്നും പറഞ്ഞില്ല, കൊച്ചുങ്ങളെയും കൊണ്ട് വരണതല്ലേ, പാവമല്ലേ, അവളും ജീവിക്കാനല്ലേ, പൈസയ്ക്ക് വേണ്ടിയല്ലേ വന്ന് കഷ്ടപ്പെടണേന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ ചേച്ചി ഒന്നും പറഞ്ഞില്ല. പിന്നെ ആയപ്പം ഇവള് എല്ലാ സീറ്റും ത്രെഡ് ചെയ്യാതിരിക്കുന്ന ആ ഫേഷ്യൽ ചെയ്യാനൊക്കെ ഇരിക്കുന്ന ആ സീറ്റിലെല്ലാം കത്രികയിട്ട് ഓട്ടം ഇട്ടപ്പം ചേച്ചി പറഞ്ഞു മോളെയും കൊണ്ട് ഇനി വരണ്ടടാ, മോളെ ഡേ കെയർ ആക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എനിക്കത് മനസ്സിലാകും. കാരണം അവരും ഇത്രയും പൈസ ചെലവാക്കി സാധനങ്ങൾ മേടിച്ചിട്ടേ ഇല്ലേ. അപ്പൊ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 ദിവസത്തേക്ക് ജോലിക്ക് പോവാതെ മോളെ ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. പക്ഷെ എനിക്ക് ഡേ കെയർ ആക്കിയിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. ഫുഡ് കഴിക്കുമോ, അവർ നോക്കുമോ എങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു എനിക്ക് വർക്കൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പം ഞാൻ പതിയെ ജോലിയെല്ലാം നിർത്തി വീട്ടിലായി. മോനെ ഡേ കെയറിൽ കൊണ്ടാക്കും, മോളെയും കൊണ്ട് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലായി. വേറെ പാർലറിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിന്റെ പാർലറിലൊക്കെ. പക്ഷെ പിന്നെ അത് നടക്കൂലെന്ന് മനസ്സിലായി. സത്യം പറഞ്ഞ ആ സമയത്തൊന്ന് എൻ്റെ കയ്യിൽ ഒരു 50 രൂപയെങ്കിലും എൻ്റെ പേഴ്സിൽ ഉണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞ സമയത്ത് എനിക്ക് തരും കേട്ടാ. അച്ഛൻ വന്ന് പിള്ളേരെ കണ്ടിട്ട് പോകുമ്പം 100 രൂപ ഇപ്പൊ എൻ്റെ ഇതേ ഉള്ളു, അല്ലെ അച്ഛൻ പറയാം 500 രൂപ ഇതിരിക്കട്ടെ. ഞാൻ ആദ്യം വാങ്ങിക്കൂല, പിന്നെ ഞാൻ വാങ്ങിക്കും, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാലും ഇല്ലാത്തതൊന്നും ഞാൻ അച്ഛനെ അറിയിക്കൂല കേട്ടാ. അപ്പൊ തന്നിട്ട് പോ. അപ്പൊ ആ പൈസ ഞാൻ ആ 500 രൂപ എടുത്ത് 5 ദിവസം 6 ദിവസം ഞാൻ വെച്ചിരിക്കും. എനിക്കത് പേടിയാണ്. അതിൽ 100 രൂപ എടുത്താൽ പിന്നെ 400 രൂപ ഉള്ളു, പിന്നെ അത് ചെയ്യാം, അത് മേടിക്കണം, ഇത് മേടിക്കണം. ഒരു 400 രൂപ കിട്ടിയാൽ 4000 ലിസ്റ്റ് ആയിരിക്കും എനിക്ക് മേടിക്കാം. കാരണം അപ്പോഴേക്ക് കിട്ടുമ്പോഴേ എന്തെങ്കിലും മേടിക്കാൻ പറ്റും. പക്ഷെ അതിൽ നിന്നല്ല എൻ്റെ ജീവിതം കുറേ മാറി മറിഞ്ഞ്. അത് സത്യം പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ കയറിയതിനു ശേഷം മാത്രം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്നെ കളിയാക്കിയ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഈ വീഡിയോ ഇപ്പൊ എന്തായാലും കാണുമല്ലോ.
ഇപ്പൊ ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്. എന്റെ മക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്നാലും ഞാൻ നോക്കും കേട്ടാ. എനിക്കങ്ങനെ ഒരുപാട് വില കൂടിയ സാധനം എടുക്കുമ്പം ഒരു ഒരു കുത്തലാണ്. ഈ മൈക്ക് പോലും ഞാൻ എടുത്തപ്പോൾ 5000 രൂപ. എന്നാലും വിചാരിച്ചു വേണ്ട, എന്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളുകൊണ്ട് പറയണ ലോങ് വീഡിയോ, ഞാൻ അവരെ പറ്റിക്കും പോലെ ആയിപ്പോവില്ലേ. 5000 കുഴപ്പമില്ല, അടുത്ത മാസം എന്തെങ്കിലുമൊക്കെ വർക്ക് വരുമ്പോൾ അത് കംപ്ലീറ്റ് ആവും എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ എടുക്കണം. അങ്ങനെ ഒരുപാട് വില കൂടിയ സാധനം ഞാൻ എടുക്കാറില്ല. ഒരു മാല തന്നെ മേടിക്കാൻ ഒരുങ്ങിട്ട് ഒരു 3-4 മാസമായി നടക്കണില്ല. മാസം തോറും ഓരോരോ ചെലവ് കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഇതൊക്കെയാണ് എന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വീഡിയോസ് പണ്ട് ഞാനിങ്ങനെ സാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് സ്റ്റൈലൊക്കെ കാണിച്ച് കുറെ ലിപ്സ്റ്റിക്ക് വാരി പൂശിയിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പം എന്നെ കുറെ കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കളിയാക്കിയവർക്കുള്ള മറുപടിയാണ് ഇത്. സോഷ്യൽ മീഡിയയിൽ കയറിയ ശേഷം ചെറുതായിട്ട് വീട്ടിൽ ഓരോരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റി. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കണം. അതൊരു ചെറിയ ഒരു ഓടിട്ട വീടായാലും അല്ലെങ്കിൽ ചെറിയൊരു ഷീറ്റിട്ട വീടായാലും എനിക്ക് സ്വന്തമായിട്ട് ആരും വന്ന് ഇറങ്ങിപ്പോ, വാടക തരണില്ലെല്ലാം ഇറങ്ങിപ്പോ എന്ന് പറയേണ്ട ഗതി വരാതെ ഒരു സ്വന്തമായിട്ടൊരു വീട്, അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്തും പറയും, ഞാൻ മരിച്ചു പോണതിന് മുന്നേ എനിക്കൊരു വീട് വെക്കണം. എന്നിട്ട് ഞാൻ മുന്നേ ഒരു 4-5 വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വാടക കൊടുക്കാൻ താമസിച്ചാലും നമ്മള് അത് ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയില്ല. കാരണം എനിക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയണില്ല. നിങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളു. അവിടെ താമസിക്കുന്ന സമയത്ത് നമ്മള് നല്ല കൂട്ടായിട്ടും സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും വീട്ടിൽ ചെല്ലണം. പക്ഷെ നമ്മൾ അവിടെ താമസിച്ച് കഴിയുമ്പം പിന്നെ അവരെ മുഖം കറക്കണത് കാരണം, പിന്നെ അവരെ ചുണ്ടും ചിറിയും മാറണത് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല കൂട്ടായിട്ടിരുന്നിട്ട് പോലും ഒരു വല്ലാത്ത ക്യാരക്ടറാണ് നമ്മൾ അവരെ വീട്ടിലൊക്കെ ചെന്ന് താമസിക്കുമ്പം. കൊച്ചു പിള്ളേരല്ലേ, അവർ ചുമരിൽ ചിലപ്പോൾ ഒന്ന് പെൻസിലൊക്കെ ഇട്ട് വരയ്ക്കും. നമുക്ക് എപ്പോഴും നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. അവരും പൈസ കൊടുത്ത് വെച്ച വീടൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മളതിങ്ങനെ ഒരുമാതിരി കുത്തി നോവിക്കും പോലത്തെ ഡയലോഗൊക്കെ പറയുമ്പം സത്യം പറഞ്ഞാൽ പല ദിവസം എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീട് മാറിക്കൊടുക്കാൻ സമയത്ത് ഇത് എനിക്ക് പെയിന്റ് അടിച്ച് പിള്ളേർ മൊത്തം അഴുക്കാക്കി അങ്ങനെ ഇങ്ങനെ, അതിപ്പോ എല്ലായിടത്തും ഉണ്ട്. ഞാൻ അവരെ കുറ്റം പറയണല്ല. പക്ഷെ നല്ല കൂട്ടായിട്ടിരുന്നിട്ട് പോലും എൻ്റെ സാഹചര്യങ്ങളോ എൻ്റെ അവസ്ഥകളോ മനസ്സിലാക്കാതെ ഒരു മുഖത്തടിച്ചാണൊക്കെ എൻ്റെ അടുത്ത് എടുത്തടിച്ച് സംസാരിച്ച പല ആൾക്കാരുണ്ട് കേട്ടാ, എൻ്റെ നാട്ടുകാരാണെങ്കിൽ പോലും. പക്ഷെ എനിക്ക് അതൊക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പല കാര്യങ്ങളും പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. എനിക്ക് വേണ്ടപ്പെട്ടവർക്കായാലും അല്ലാത്തവരായാലും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ വന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, കണ്ണ് നിറയും. പിന്നെ അതുപോലെ തന്നെ എന്നെ കുത്തി നോവിച്ച് വർഷങ്ങളോളം എന്തെങ്കിലും നോവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എനിക്ക് ഇപ്പോഴും ദേഷ്യവും പകയും ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ എനിക്ക് പൊറുക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് ഇന്നും ദേഷ്യം തന്നെയാണ്. അത് എന്നും അങ്ങനെ തന്നെ കാണും. അപ്പം ഇതൊക്കെയാണ് ബാക്കിയുള്ള കുറച്ച് വിശേഷം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വേണം. നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നാൽ എനിക്കൊരു വീട് വെക്കാൻ പറ്റും ഭാവിയിൽ എന്നൊരു വിശ്വാസം ഉണ്ട്. അത് എത്രത്തോളം നടക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എല്ലാവരും പറയും സ്കിൻ കെയർ. ഞാനിപ്പോ സ്കിൻ കെയറിന്റെ കാര്യം പറയുന്ന ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ 100K അടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഗിവ് അവേ ഒക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് കിട്ടണേൽ ഒരു പങ്ക് ഞാൻ നിങ്ങൾക്ക് എന്തായാലും തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ വില കൂടുതലാണോ കുറഞ്ഞു പോയത് കൊടുത്താൽ നിങ്ങൾ എങ്ങനെ വിചാരിക്കും? അങ്ങനെയൊക്കെ എനിക്ക് പല ടെൻഷനും വരാറുണ്ട്. കാരണം ഞാൻ ഈ കഴുത്ത് വയ്യാതെ നടുവയ്യാതെ എനിക്ക് ഡിസ്കിനൊക്കെ പ്രശ്നമുള്ള ആളാണ്. ഞാൻ ഇതിപ്പോ കണ്ടില്ലേ കുത്തിത്തച്ചത് തയ്ക്കും, കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെനക്കെട്ടിരുന്ന് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, എനിക്ക് എന്തൊക്കെയോ തരണവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അവരാണ് എനിക്ക് എല്ലാം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണല്ലേ ഈ വർക്ക് മതി, അല്ലെ ഇത്ര മതി, ഇത്ര ക്വാളിറ്റി. ഞാൻ അങ്ങനെ സത്യം പറഞ്ഞ ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ വിഷുവിന് എൻ്റെ അമ്മയ്ക്കും എനിക്കൊക്കെ ഡ്രസ്സ് എടുത്തപ്പോൾ പോലും നിങ്ങൾക്ക് ഞാൻ സെറ്റ് മുണ്ടും എടുത്ത്. അതിനി എൻ്റെ മുന്നോട്ടുള്ള ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എന്ത് സന്തോഷം വന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അതിലൊരു പങ്ക്, ഞാൻ ഉണ്ടാക്കുന്നതിലൊരു പങ്ക് നിങ്ങൾക്ക് തരും. കാരണം ഞാൻ ഉണ്ടാക്കാൻ കാരണമേ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകില്ല. അതെനിക്ക് 100% വിശ്വാസമാണ്. അപ്പൊ ഒരിക്കലും എനിക്ക് നിങ്ങളെ തള്ളിക്കളയാൻ പറ്റൂല കേട്ടാ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ പറ്റുന്ന ഇടയ്ക്കൊക്കെ റിപ്ലൈ തരാം. പിന്നെ കുറെ പേര് പറയും ചേച്ചി കമന്റിന് റിപ്ലൈ തരണില്ല,
ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോളം ഞാൻ 5 മിനിറ്റ് ഫോൺ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും കമന്റുകൾ. എനിക്ക് യൂട്യൂബിലെക്കാളും YT സ്റ്റുഡിയോയിലാണ് കുറെ കമന്റ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി റിപ്ലൈ കൊടുക്കും. അപ്പൊ അതിനിടയ്ക്കായിരിക്കും അടുക്കളയിൽ മീൻ പൊരിക്കാൻ ഇട്ടേക്കണത്, അല്ലെങ്കിൽ മോട്ടർ ഇട്ടേക്കണത്, അല്ലെങ്കിൽ പിള്ളേർ എന്തെങ്കിലും ആവശ്യം വിളിക്കണം. അപ്പൊ ഞാൻ ഫോൺ ഇങ്ങനെ ലോക്ക് ഇട്ട് അല്ലെങ്കിൽ ചാർജ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും ഫോൺ എടുക്കണം, ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വല്ലോ പ്രൊമോഷൻസോ അങ്ങനെ എന്തെങ്കിലും. അപ്പോഴും ഞാനതങ്ങ് വിട്ടുപോകും. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ മനഃപൂർവ്വം റിപ്ലൈ തരാത്തൊന്നുമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കല്ലേ. ഞാൻ അങ്ങനെ ഒരു ജാടയില്ലാത്ത ആളെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. എന്നെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, ഞാനത് അങ്ങനെ എടുക്കുള്ളൂ. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ പറഞ്ഞ് ഞാൻ വലിച്ചു വാരി നിങ്ങളെ ബോറടിപ്പിക്കണില്ല. കുറച്ച് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാ, ഇതാണ് കേറിപ്പോണ ഹാള് കേട്ടാ. ഇത് ഞാൻ ചുമരിൽ ഒട്ടിക്കാൻ മേടിച്ച പേപ്പറാണ്. ആ മീഷോയില് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒട്ടിക്കൊക്കെ നടന്നില്ല കേട്ടാ. ഇവിടെ ഇരുന്നാണ് ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചത്. കണ്ട, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിയതാണേ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നവിടെ മാത്രം വൃത്തിക്കുണ്ട്. ബാക്കി ഇവിടെ ഈ ചെറുക്കന്റെ തുണികളാണ് കിടക്കണ. കണ്ടാ, ഇവിടെ TV ഇങ്ങനെ ഇട്ടിട്ടുണ്ടേ, എന്നിട്ട് ആരും കാണാനില്ലേ. പിന്നെ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൗസ്. വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടാ. പിന്നെ ദാണ്ടേ എൻ്റെ പ്ലേ ബട്ടൺ. പിന്നെ ഈ ഫോട്ടോയൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയാണ് കേട്ടാ. ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പേപ്പറാണ്. ഇതൊക്കെ എൻ്റെ പ്രൊമോഷൻ പ്രോഡക്റ്റുകളാണ്. ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനം എൻ്റെ മോൻ്റെതാണ് കേട്ടോ, ജിമ്മിന് പോണോണ്ട്. ഇതാണ് റൂം. ഞാനിപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട സാധനങ്ങളാണ് കണ്ട. ഇതെല്ലാം ഒരുങ്ങാൻ വേണ്ടി എടുത്തിട്ട സാധനങ്ങളാണ്. അടുത്തേൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻസേ. ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാം കാണിച്ചു തരാവേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഇത്ര വിശേഷങ്ങളൊക്കെ ഉള്ളു. എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരാളെ കൂടെ കാണിച്ചു തരാം, നിക്കേ. ഇതാണ് ഓസിയെ. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര വിശേഷങ്ങളൊക്കെ ഉള്ളു, കൂടുതലായിട്ടൊന്നും ഇല്ല. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറയണേണ്, താണ്ടെ ചേച്ചി മുടി ഇങ്ങനെ കെട്ടി വെക്കരുത്, അത് കൊള്ളൂല, ഹെയർ സ്റ്റൈൽ മാറ്റ. പിന്നെ എനിക്കറിയാന്നുള്ളതാ ഇങ്ങനെ ഇടണത്, പിന്നെ ഇങ്ങനെ ഇടണതൊക്കെ ഉണ്ട്. ഇതിൽ ഏതാണ് ചേരണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളു. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചേട്ടനിങ്ങനെ വട്ട മുഖം ആയതുകൊണ്ട് എനിക്ക് ചേരൂലേ, ഇനി മുടി വേറൊരു സ്റ്റൈലിൽ കെട്ടിയ എൻ്റെ മുഖം ചപ്പാത്തി പോലെ ഇരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കൊണ്ട് അങ്ങനെ കെട്ടാത്ത കേട്ടാ. എനിക്ക് കെട്ടണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതാണ് എപ്പോഴും ചേർന്നേ തോന്നുന്നത്. ഇങ്ങനെ അഴിച്ചിടുമ്പം മുടി ഇവിടെ ഇങ്ങനെ ചപ്പി ഇരിക്കും പോലെ തോന്നും കേട്ടോ, അതാണ് ഞാൻ ഇടാത്തത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും എൻ്റെ ലാസ്റ്റ് ഷോർട്സിൽ പറയും പോലെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ എന്ന് പറയണ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു. അപ്പം ഇനി നമുക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര.